ഹായ് ഹലോ എല്ലാവർക്കും സുഖമല്ലേ. ഇന്നത്തെ ഒരു വ്ളോഗിലെന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ സൺഡേ ആയിരുന്നു ഇവിടുത്തെ ദുബായിൽ ഗ്ലോബൽ വില്ലേജ് വിസിറ്റ് ചെയ്യാൻ വേണ്ടി പോയിട്ടുള്ളത്. അപ്പം ഞാൻ അതിൻ്റെ കുറച്ച് ചെറിയ ചെറിയ ഷോർട്ട് ക്ലിപ്സുകൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇത്. അപ്പോൾ ഒരുപാടൊന്നും ഉൾപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല, കാരണം അന്ന് ഭയങ്കര ക്രൗഡായിരുന്നു. ആ ക്രൗഡായതിൻ്റെ മെയിൻ കാര്യം എന്താ വെച്ചാൽ നിങ്ങൾക്ക് വഴിയേ മനസ്സിലാവും. ഇതാണ് കേട്ടോ ഈ ഗ്ലോബൽ വില്ലേജിൻ്റെ എൻട്രൻസ് എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് ഈ കാണുന്ന ജനങ്ങളെന്ന് പറയുന്നത് ഒരൊറ്റ മിനിറ്റിൽ സീബ്ര ലൈൻ ക്രോസ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന ജനങ്ങളാണ് കേട്ടോ. എന്ന് വെച്ചാൽ ഗ്ലോബൽ വില്ലേജിൻ്റെ എൻട്രൻസിലേക്ക് മാത്രം. അപ്പോൾ അത് ആലോചിച്ചാൽ മതി, ഒരു മിനിറ്റിൽ ഇത്രയും ജനങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ എത്രത്തോളം ക്രൗഡ് ഉണ്ടായിരിക്കും എന്നുള്ളത്. സ്വതവേ അവിടെ എന്ന് പറയുന്നത് സൺഡേ ഫാമിലീസിനായിരുന്നു എൻട്രി ചെയ്യലും. പക്ഷേ ഇപ്രാവശ്യം എല്ലാവർക്കും പോവാം സൺഡേ. ഇവിടെ തന്നെയാണ്. പുറമെ 3 വയസ്സ് മുതൽ അവിടെ നിന്ന് എല്ലാവർക്കും 25 ദിറംസാണ് ടിക്കറ്റിന്. ഇതിപ്പോൾ എൻട്രി ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ബാക്കിയുള്ള ചെറിയ ക്ലിപ്സുകളൊക്കെ ഞാനിതിൽ അങ്ങനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് കണ്ടു നോക്കേണ്ടേ. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു പവിലിയൻസ് ആണ്. എന്ന് വെച്ചാൽ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും അവരുടേതായിട്ടുള്ള കൾച്ചറുകൾ, അവരുടേതായിട്ടുള്ള ഭക്ഷണങ്ങൾ, അവരുടേതായിട്ടുള്ള ഡ്രസ്സുകൾ, അവരുടേതായിട്ടുള്ള ഓർണമെൻറ്റ്സുകൾ, അവരുടേതായിട്ടുള്ള കലാരൂപങ്ങൾ A to Z അവരുടേതായിട്ടുള്ള രാജ്യത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും. അപ്പം നമുക്ക് ഓരോ പവിലിയൻസിൽ ഓരോ പവിലിയൻസ് എന്ന് പറഞ്ഞാൽ ഓരോ രാജ്യങ്ങളും അവരുടേതായിട്ടുള്ള ആ രാജ്യത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് അവരുടെ A to Z പർച്ചേസ് ചെയ്യണമെങ്കിൽ പർച്ചേസ് ചെയ്യാം, കാണാൻ കഴിക്കുന്നത് ഉണ്ടെങ്കിൽ കഴിക്കുക ഒക്കെ ചെയ്യാം. ഇനിയാണ് ഇത് കാണേണ്ടത്. ഇവിടെ എന്ന് പറയുന്നത് ഇന്നത്തെ ഒരു ഇതെന്ന് പറയുന്നത് ഇതിൻ്റെ ക്രൗഡായിരുന്നു മൊത്തം. ഷാറുഖ് ഖാൻ വന്ന ദിവസമായിരുന്നു. നമ്മൾ പോയ അന്ന് തന്നെയായിരുന്നു ഷാറുഖ് ഖാൻ വന്നിട്ടുള്ളത്. ഞാനതിൻ്റെ വളരെ ചെറിയ ക്ലിപ്സ് മാത്രമാണ് എടുത്തിട്ടുള്ളത്. Good evening to everybody here at the Global Village. ശേഷം പിന്നെ നമ്മൾ തുർക്കി പവിലിയൻസിലേക്കാണ് പോയിട്ടുള്ളത്. ഇത് കണ്ടല്ലോ, തുർക്കിയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും കണ്ണഞ്ചിപ്പിക്കുന്ന ഭക്ഷണങ്ങളാണ് അവിടെ ഉണ്ടാവുക. എന്താണെന്ന് പോലും നമുക്കതിൻ്റെ പേര് പോലും അറിയില്ല. പക്ഷെ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അത്രയ്ക്കും ടേസ്റ്റുള്ള ഫുഡ് ഐറ്റംസാണ് തുർക്കിക്കാരത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് പവിലിയനിൽ തന്നെ ആദ്യം തന്നെ പോയത് തുർക്കിയിലായിരുന്നു. അത്രയും ഭംഗിയുണ്ടാവും. അവിടുത്തെ പല ടേസ്റ്റായിട്ടുള്ള ഐറ്റംസുകൾ നമുക്ക് അവിടുന്ന് കഴിക്കാൻ പറ്റും. ഇതെന്നൊക്കെ പറയാൻ നമുക്ക് ഈ എന്താ പറയുക, ഗ്ലോബൽ വില്ലേജ് എന്ന് പറയുന്നത് ദുബായിൽ 6 മാസമാണ് ഉണ്ടാവല്. സ്വതവേ 6 മാസമാണെന്ന് തോന്നുന്നു. അല്ല, 6 മാസമാണ് ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നടന്നു പോകല്. ഞാനിവിടെ മെയിനായിട്ട് വരുന്നതിൻ്റെ ഒരു കാരണം ഇതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടുത്തെ ഈ ബോസ്ലിൻ കബാബ് എന്ന് പറഞ്ഞാൽ. വലിയൊരു റൊട്ടിൻ്റെ ഉള്ളിലും ഒരു 100-150 ഗ്രാമൊക്കെ ഉണ്ടായിരിക്കും ബീഫ്. വേറെ ഒന്നും അതിൽ വേറെ മസാലകളോ കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷേ ബീഫിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് നമുക്ക് തരും. പക്ഷേ ഭയങ്കര ടേസ്റ്റാണത്. ഇതെന്ന് പറയുന്നത് ഫ്ലോട്ടിംഗ് മാർക്കറ്റ് എന്നാണ് അവിടത്തേക്ക് പറയലും. ഇത് നല്ല ചെറിയ ബോട്ടിൽ ഇതുപോലെ കൗണ്ടറുകൾ, ഫിലിപ്പീൻസ് ആണെന്ന് തോന്നുന്നു കൂടുതലായിട്ടും ഈ കൗണ്ടറുകൾ വാങ്ങിയിട്ടുള്ളത്. എന്നിട്ട് അവരുടേതായിട്ടുള്ള ഭക്ഷണങ്ങളാണ് ഈ പറഞ്ഞ സ്കിഡ്, കല്ലുമ്മക്കായ്, പ്രോൺസ്, അങ്ങനത്തെ ഓരോ ഐറ്റംസുകൾ ഫ്രൈ ചെയ്തിട്ടും ജസ്റ്റ് ഇങ്ങനെ ആവിയിൽ ഇങ്ങനെ വേവിച്ചെടുത്തിട്ട് സ്റ്റീം ചെയ്തിട്ടൊക്കെ അവരുടേതായിട്ടുള്ള മസാലകളൊക്കെ ഉണ്ടാവില്ലേ, ഈ ലെമണും പെപ്പറും അങ്ങനെയൊക്കെ ഒഴിച്ചിട്ട് നമുക്ക് എന്ത് മസാല ആണോ പറയുന്നത് അതൊക്കെ അവർ ചെയ്ത് തരും കേട്ടോ. അത് പല ഐറ്റംസുകളുണ്ട്. അപ്പോൾ ഹസ്ബൻഡ് കുറേ എന്നോട് ഈ കല്ലുമ്മക്കായിൽ ഇത് ടേസ്റ്റ് നോക്കാൻ പറയുന്നു. പക്ഷെ എനിക്കത് ഇതുവരെ തിന്ന് നോക്കാത്തതുകൊണ്ട് ഞാനത് ട്രൈ ചെയ്തിട്ടില്ല. അപ്പോൾ ഇതിപ്പോൾ നമുക്ക് വേണ്ടിയിട്ടാണ് അവർ മേക്ക് ചെയ്യുന്നത്. ഇത് എന്ന് പറയുന്നത് പൈനാപ്പിൾ പ്രോൺസ് കല്ലുമ്മക്കായ് ഫ്രൈഡ് റൈസാണ്. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമുക്ക് കറക്റ്റ് പറ്റിയിട്ടുള്ള മസാലയും കാര്യമൊക്കെ ആയിട്ട് നല്ല കറക്റ്റ് ഒരു നോർമൽ സ്പൈസി രീതിയിലായിരുന്നു അവരുണ്ടാക്കിയിട്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇത്. അതുപോലെ വേവിച്ച റൈസ് ലാസ്റ്റ് മിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതാണ് ഇട്ടത്. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ. വലിയ പ്രോൺസും കല്ലുമ്മക്കായൊക്കെയാണ്.
അതിലവർ ചെയ്തിട്ടുള്ളത്. ഞാൻ കുറച്ച് ചെറിയ ചെറിയ ക്ലിപ്സിൻ്റെ ഒക്കെ ഞാൻ ഇതുപോലെ ഫോട്ടോ ഇട്ടിട്ടുണ്ട്, വീഡിയോ ഇടാൻ പറ്റാത്തതിൻ്റെയൊക്കെ. എൻ്റെ പേരുകളൊന്നും ചിലതൊന്നും എനിക്കറിയില്ല. അവരുടേതായിട്ടുള്ള എന്തൊക്കെയോ ഭക്ഷണ സാധനങ്ങളൊക്കെയാണ്. നമ്മൾ ചെറുതൊക്കെ ട്രൈ ഔട്ട് ചെയ്തിരുന്നു അവിടുന്ന്. ഇതൊക്കെ പിന്നെ ഭയങ്കര ക്യൂട്ടായി തോന്നി. ഭയങ്കര പല തീമുകളിലും പല പ്രിൻറ്റുകളിലൊക്കെ ഭയങ്കര ക്യൂട്ടായിട്ടുള്ള പില്ലോസും അതുപോലെ ഈ തലയിൽ വെക്കുന്നതുണ്ടല്ലോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പക്ഷെ കണ്ടപ്പോൾ എനിക്ക് നല്ല ഒരു ഹരമായി തോന്നി. പക്ഷേ നേരിട്ടും നമ്മൾ ലൈവായി കാണുമ്പോൾ അതിനൊരു പ്രത്യേക ഭംഗി തോന്നി. അതാണ് ഞാൻ ആ ഒരു ജസ്റ്റ് ക്ലിപ്പ് എടുത്ത് വെച്ചത്. അതുപോലെ ചെറിയ കാണുന്ന ക്ലിപ്പുകളൊക്കെ ഞാനിതിലിങ്ങനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാ പവലിയൻസിലൊന്നും നമുക്ക് കയറാൻ കഴിയില്ല, കാരണം നമ്മളെ വീട്ടിലുള്ള ഒട്ടുമിക്ക എല്ലാ രാജ്യങ്ങളും ഇതിൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ ഓരോ പവലിയൻസിൽ കയറി ഇറങ്ങുമ്പോഴത്തേക്ക് തന്നെ അത്രയ്ക്ക് സമയം എടുക്കും. ഇതന്നെ നമ്മൾ വൈകുന്നേരം ഒരു 4:30 ആകുമ്പോഴേക്കും അവിടെ എത്തിയിട്ടുണ്ട്. രാത്രി എപ്പോഴാണ് നമ്മൾ തിരിച്ച് മടങ്ങിയിട്ടുള്ളത്. അതുതന്നെ എത്രയോ പവലിയൻസിൽ നമുക്ക് കയറാൻ കഴിയില്ല. മെയിനായിട്ട് എനിക്കെന്ന് പറയുന്നത്, ഞാൻ എല്ലാ പ്രാവശ്യം പോയാലും മറ്റേ ആഫ്രിക്കൻ പവലിയൻസിൽ കയറാറുണ്ടായിരുന്നു. അവിടെ നിന്ന് ഇതേപോലെ തന്നെ അവരെ കൊക്കോ ഇതൊക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെയൊക്കെ ഞാൻ പർച്ചേസ് ചെയ്യില്ല. പക്ഷേ ഇപ്രാവശ്യം സത്യത്തിൽ വിട്ടും പോയിട്ടുണ്ട് ആഫ്രിക്കൻ പവലിയൻസിൽ കയറി നോക്കാൻ വേണ്ടിയിട്ട്. എന്താ വെച്ചാൽ നമ്മളങ്ങനെ നടന്ന് പോവല്ലേ പല രീതിയിലും. അപ്പോൾ മുന്നിൽ കാണുന്ന അങ്ങനെ പവലിയൻസിൽ കയറാല്ലാണ്ട് പലതും പല സൈഡിലായിരിക്കും അവിടെ ഉണ്ടാവാം. ഇതൊക്കെ ഓർഗാനിക്കായിട്ട് അവർ മേക്ക് ചെയ്തിട്ടുള്ളതാണ്. നമ്മളെ ചാർക്കോൾ കൊണ്ടും മഞ്ഞളിനെ കൊണ്ടും അങ്ങനെ പല രീതിയിൽ അലോവേരനെ കൊണ്ടൊക്കെ ഉള്ളതാണ്. പക്ഷെ ഭയങ്കര എക്സ്പെൻസീവാണ് കേട്ടോ ഇവിടെ. നമ്മളെങ്ങനെയാണോ ബാർഗെയിൻ ചെയ്യുന്നത് അതിനനുസരിച്ചിട്ടായിരിക്കും നമുക്ക് ഇവിടുന്ന് ഓരോ കാര്യങ്ങളും ഓരോ സാധനങ്ങളും പർച്ചേസ് ചെയ്യാൻ കഴിയില്ല. അത്ര എക്സ്പെൻസീവായിരുന്നു ഇവിടെ. ഫുഡ് ഐറ്റംസ് ആയിക്കോട്ടെ, എന്ത് സാധനം. ഇതെന്ന് പറയുന്നത് നമ്മളെ മാർബിൾ ഉണ്ടല്ലോ, മാർബിളിൽ ഇങ്ങനെ കൊത്തി വെച്ച് ഉണ്ടാക്കിയിട്ടുള്ള നല്ല ഭയങ്കര ക്യൂട്ടായിട്ടുള്ള നമ്മളെ ഷോ ഐറ്റംസുകളൊക്കെയാണിത്. ഈ കാണുന്നതൊക്കെ എന്താ പറയുക, ഇവരെന്നെ ഇവിടെ തന്നെ മേക്ക് ചെയ്തപ്പോൾ തന്നെ നമുക്ക് അവിടെ തന്നെ സെയിലും ചെയ്യുന്നുണ്ട് കേട്ടോ. അതൊക്കെ പിന്നെ നല്ല ചെറിയ കപ്പിനൊക്കെ ആകെ 10 ദിർഹംസുള്ളൂ, വളരെ ചെറിയ കപ്പിനൊക്കെ. ഇത് പക്ഷേ എനിക്ക് ഭയങ്കര, ഞാൻ ഏതോ ഇതുപോലെ പവലിയൻസിൽ കയറിയപ്പോൾ കണ്ടാണ്. പക്ഷേ എനിക്ക് ഭയങ്കര ഒരു നല്ല ഹരമായി തോന്നി അത് കണ്ടപ്പോൾ. അതാണ് ഞാൻ ഇത് ചെറിയൊരു ക്ലിപ്പ് എടുത്ത് വെച്ചത്. വളരെ ചെറുത് മാത്രം ഞാൻ അതിന് ഒന്നും കൊടുത്തിട്ടുള്ളൂ. ആ ഒരു ഏരിയയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ഭയങ്കര ഒരു റീഫ്രഷ്മെൻ്റ് ആയിട്ട് തോന്നുന്നു. നല്ലൊരു ഹെയർ ഉണ്ടായിരുന്നു. ഇതൊക്കെ കണ്ടില്ലേ, നമ്മളെ ഉറുമാമ്പഴം അനാറിൻ്റെ ഒക്കെ സൈസാണിത്. അവർ ഫ്രഷ് ആയിട്ട് തന്നെ അവിടുന്ന് നമുക്ക് സാമ്പിൾ നോക്കാൻ തരും കേട്ടോ. ചെറിയൊരു 10 ml സാമ്പിൾ നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് തരും ചെയ്യുക അവിടുന്ന്. എനിക്ക് തോന്നുന്നു തായ്ലാൻഡാണ് തോന്നുന്നു. നല്ല നല്ല നമ്മൾ ഇതേമാതിരി പവലിയൻ കയറി നമ്മൾ ഇതേമാതിരി ഐസ്ക്രീം വാങ്ങിയിരുന്നു. നല്ല ഒറിജിനൽ ഐസ്ക്രീം ആയിരുന്നു. ഇതേമാതിരി സ്ട്രോബെറീൻ്റെതും മാംഗോൻ്റെയും കൂടി മിക്സ് ആയിട്ടുള്ള ഐസ്ക്രീം വാങ്ങിയ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അത്. ഇവിടെയെന്ന് പറയുന്നത് കൂടുതലായിട്ടും ഗെയിംസിനോടൊക്കെ പ്രിയം വരുന്നത് അത്ര മലയാളികളൊന്നും അത്ര ഇവിടെ എല്ലാ ഗെയിംസിൽ പങ്കെടുക്കുന്നതോ കയറുന്നതായിട്ടോ കണ്ടിട്ടില്ല. പക്ഷേ ഇവിടെ മെയിനായിട്ട് അറബികൾ വരുന്നത് തന്നെ ഈ ഗെയിംസ് കളിക്കാൻ വേണ്ടി. അവർക്ക് ഭയങ്കര താല്പര്യമാണ് ഈ പറഞ്ഞ മാതിരി ഗെയിംസിൽ. എല്ലാ ഗെയിംസിലും അവർ ഒരുവിധം ഗെയിംസിലൊക്കെ കയറും ചെയ്യും. പക്ഷെ നമുക്ക് കാണുമ്പോൾ ഭയങ്കര അത്ഭുതമായി തോന്നും. ഇത്രയും ഹൈറ്റിലൊക്കെ എങ്ങനെ റബ്ബേ ഇതിൻ്റെ മുകളിലൊക്കെ ഇവർ കയറുന്നതെന്നുള്ളതിനൊക്കെ. പക്ഷേ അവർക്ക് ഒരു ധൈര്യമാണ്. പക്ഷേ എല്ലാവരും ഒരുവിധ അറബികൾ, ചെറിയ മക്കൾ മുതൽ എല്ലാവരും ഇവിടെ അത്ര വലിയ വലിയ ഗെയിം, ഇവിടുത്തെ ഓരോ ഗെയിംസ് കാണാൻ നമുക്ക് തന്നെ അത്ഭുതമായി ഇത്ര ഹൈറ്റൊക്കെ കാണുമ്പോൾ. പക്ഷെ അവർ കൂളായിട്ട് കയറും. ഇതെന്ന് പറയുന്ന ഒരു ഇന്ത്യൻ ചാറ്റ് മസാലേൻ്റെ ഒരു ഏരിയ ഉണ്ടോ, നമ്മളെ പാനിപ്പൂരി, ബേൽപൂരി അങ്ങനത്തെ ഐറ്റംസ് കിട്ടുന്ന ഒരു ഭാഗമാണ് നേരത്തെ കാണിച്ചത്. ഇത് നമ്മളെ ഇന്ത്യൻ കൾച്ചറിൻ്റെ ഒരു ഇതാണ്. നമ്മളേതായിട്ടുള്ള ഡ്രസ്സുകൾ, ചെറിയ ഫാൻസി ഐറ്റംസുകൾ. നമ്മൾ ഈ ഹൈദരാബാദ്, ബാംഗ്ലൂരിലൊക്കെ പോയാൽ കാണില്ലേ, അങ്ങനത്തെ ഒരു ഏരിയ മാതിരിയാണ് ഇവിടെ കയറിയപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇതെന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല കേട്ടോ. പക്ഷേ എനിക്ക് കണ്ടപ്പോൾ ഒരു ഹരം തോന്നിയപ്പോൾ ഞാൻ എടുത്തെന്നുള്ളൂ. എന്താ വെച്ചാൽ എനിക്ക് തോന്നിയിട്ട് നമ്മളെ റിപ്പബ്ലിക് ഡേൻ്റെ എന്തോ ഒരു ഭാഗമായിട്ട് എന്തോ അവിടെ നടക്കറ്റ പ്രോഗ്രാമാണ്. ഇത് ഇറാനിലുള്ളതാണ് കേട്ടോ. ഇറാനിൽ കയറിയപ്പോൾ ഉള്ളതാണ്.
ഇവിടെ എന്ന് പറയുന്നത് എനിക്ക് ഫുൾ ഡ്രൈ ഫ്രൂട്ട്സാണ് അവർക്ക് കൂടുതലായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത്. പിന്നെ അതേ കാണുന്ന ഈ ഒരു ക്രോക്കറി ഐറ്റംസ് ഉണ്ട്, ഇതിലൊരൊറ്റ പൊട്ടിന് മാത്രം ഒരു ടൂറിസ്റ്റ് വന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് 1500 ദിറംസിൻ്റെ മേലാണ്, 1700 ദിറംസ് എന്ന് വെച്ചാൽ നാട്ടിലൊരു 40,000 45 രൂപ ഒരൊറ്റ പോട്ടിന് പറഞ്ഞ റേറ്റാണ് കേട്ടോ, അത്രയും ക്രിസ്റ്റൽസിലായിട്ട്. അപ്പോൾ അതാ പറഞ്ഞാൽ അത്രയും ഭയങ്കര എക്സ്പെൻസീവാണ് അവിടുത്തെ ഓരോ കാര്യങ്ങളും. നമ്മളെങ്ങനെയാണോ ബാർഗെയിൻ ചെയ്യുന്നത് അനുസരിച്ചിട്ട് നമുക്ക് കുറച്ചായിട്ട് ചില കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതൊരു ഏരിയ എന്ന് പറയുന്നത് ഫുൾ ഗെയിംസിൻ്റേതായിട്ടുള്ള ഏരിയ കേട്ടോ. അതിൽ ചെറിയ ഭാഗങ്ങൾ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെയൊക്കെ ഷോർട്സിലൊക്കെ ആയിട്ട് അങ്ങനെ വീഡിയോ പോയതാണ്. പക്ഷെ ഭയങ്കര അത്ഭുതമായി തോന്നും, അത്രയും ഹൈറ്റിൽ ഇവർ പോയിരിക്കുന്നൊക്കെ കാണുമ്പോൾ. ഇതൊരു ഫിയർ ഹൗസ് എന്നിട്ടാണ് തോന്നുന്നത് ഇതിൻ്റെ പേര്. ഇങ്ങനെ ഇതുപോലെ ഇതിൽ പോയിട്ട് ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് പേടിപ്പിക്കാനുള്ള കുറേ ഐറ്റംസ് ഫുൾ ഉള്ളിൽ കംപ്ലീറ്റ് ഇരിടാൻ കേട്ടോ. ഇതാ ഇത് കണ്ടല്ലോ, ഇതെന്ന് വെച്ചാൽ അത്രയും ഹൈറ്റിൽ പോയി കഴിഞ്ഞാൽ സ്ക്രീനിൽ അവരുടെ മുഖം കാണാൻ വേണ്ടിയിട്ടായിട്ട് അങ്ങനെ ഒരു സ്ക്രീനിങ് കൊടുത്തത്. ഇതെന്ന് പറയുന്ന അറബിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു ഗെയിം ഇതാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അവർ ഇതിനു വേണ്ടി എത്ര വേണമെങ്കിലും മറ്റേ കാർഡ് എഴുതും, എത്ര വേണമെങ്കിലും അവർ കാർഡ് എഴുതിയിട്ട് ഈ ഗെയിം എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ ടെഡി ബിയേഴ്സും കാര്യങ്ങളൊക്കെ ആവും. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യേണ്ടി, സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യേണ്ടി, കമൻറ്റ് ചെയ്യേണ്ടി. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇൻഷാല്ലാ നെക്സ്റ്റ് വീഡിയോയുമായി കാണാം. എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യേണ്ടി കേട്ടോ.